രണ്ടാമത് വിരുദ്ധാഹാരം. പൊതുവെ എല്ലാവർക്കും ഈ വിരുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പാടായിരിക്കും. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ചേരുന്ന ഭക്ഷണങ്ങൾ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായിരിക്കും. വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു ചേരാത്ത ഭക്ഷണങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ അത് ടോക്സിൻസ് ആയി മാറാറുണ്ട്. നമ്മൾ ഫുഡ് പോയിസണിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭക്ഷണങ്ങളും അതിൻ്റെ ദഹനം കഴിയുമ്പോഴത്തേക്ക് പരസ്പരം ചേരുമ്പോൾ ചില ടോക്സിൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മോരും മീനും. മോര് കറി കൂട്ടി കഴിക്കുമ്പോൾ മീൻ കഴിക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാംസവും പാലും ചേർത്ത് കഴിക്കുന്നത്. നമ്മൾ സദ്യയിൽ തന്നെ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വിളമ്പാറുണ്ട്. അതും സദ്യയിൽ ഉപയോഗിക്കുന്ന പല ഐറ്റങ്ങൾ, അതായത് നെയ്യാണെങ്കിലും പരിപ്പാണെങ്കിലും അതൊക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ ഇറച്ചിയോ മീനോ ഒക്കെ കഴിക്കുന്നത് അത് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈസിലി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ചേരുന്ന ആഹാരങ്ങൾ, ഇപ്പോൾ സദ്യ കഴിക്കുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. മാംസം കഴിക്കുമ്പോൾ തന്നെയും നല്ല മാംസങ്ങൾ, ഇപ്പോൾ ബീഫൊക്കെ തന്നെ കൂടുതലും എപ്പോഴും അതിനകത്ത് പ്യൂരിൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്കത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്നാൽ പ്രോട്ടീൻ റിച്ച് ആണ്. പക്ഷേ എങ്കിലും കുറേ കൂടി ബെറ്റർ എന്ന് പറയുന്നത് നാടൻ ചിക്കൻ, അതേപോലെ കോഴിമുട്ട, അതുപോലെ മത്സ്യം വളരെ നല്ല ഇതാണ്, പ്രോട്ടീൻ റിച്ചുമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഇതാണ് മത്സ്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യുക. കഴിയുന്നതും ടോക്സിൻസ് ഉള്ളതും പ്യൂരിൻസ് ഉള്ളതുമായിട്ടുള്ള മാംസങ്ങൾ, റെഡ് മീറ്റുകൾ, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കുക. അതുപോലെ മദ്യം, ഭക്ഷണത്തോടൊപ്പം തന്നെ മദ്യം കഴിക്കുന്നത്, ഇതും ശരീരത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വിരുദ്ധാഹാരം ഒഴിവാക്കുന്നത് ശരിയായ ഒരു ആഹാര രീതിക്ക് നല്ലതാണ്.